ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിത് നോക്കാൻ പോകുന്നത് +1 സോഷ്യോളജിയുടെ ഫസ്റ്റ് ചാപ്റ്ററാണ്, സോഷ്യോളജി ആൻഡ് സൊസൈറ്റി. ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് പാർട്ട്, അതായത് 5ാമത്തെ പാർട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. അതായത് നമ്മുടെ സോഷ്യോളജി, നമ്മൾ പഠിക്കുന്ന സോഷ്യോളജി എന്ന വിഷയത്തിന് നമ്മളെ ബാക്കി സോഷ്യൽ സയൻസ് വിഷയങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണ്, അതുപോലെ തന്നെ ഡിഫറൻസസ് എന്തെങ്കിലും ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, നമ്മൾ സോഷ്യോളജി എന്ന് പറയുമ്പോൾ മറ്റുള്ള സോഷ്യൽ സയൻസ് ഡിസിപ്ലിൻസ് എന്ന് പറയുമ്പോൾ മറ്റുള്ള വിഷയങ്ങളല്ലേ, ഇതുമായിട്ട് നല്ല ബന്ധമുണ്ട്, വ്യത്യസ്തങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സോഷ്യോളജി എന്ന് പറയുമ്പോൾ മറ്റുള്ള വിഷയങ്ങളുമായിട്ട് ഇണങ്ങിപ്പോകുന്ന ഒരു വിഷയമാണ്. ഓക്കെ, അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ 5 വിഷയത്തെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ആദ്യത്തെ സോഷ്യോളജിക്ക് എക്കണോമിക്സിനോടുള്ള റിലേഷൻ എന്താണ്, സോഷ്യോളജിക്ക് പൊളിറ്റിക്കൽ സയൻസിനോടുള്ള റിലേഷൻ എന്താണ്, പിന്നെ അതുപോലെ തന്നെ സോഷ്യോളജിക്ക് ഹിസ്റ്ററിയോടുള്ള റിലേഷൻ എന്താണ്, സൈക്കോളജിയോടുള്ള റിലേഷൻ എന്താണ്, ആന്ത്രോപോളജിയോടുള്ള റിലേഷൻ എന്താണ്. ഈ 5 വിഷയങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യമേ ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ സോഷ്യോളജിയും എക്കണോമിക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്. എക്കണോമിക്സ് നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ എക്കണോമിക്സുമായിട്ടുള്ള റിലേഷൻ എന്താണ് നമ്മുടെ സോഷ്യോളജിക്കുള്ളത്. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. നമ്മൾ ഈ ടോപ്പിക്കിൽ നിന്ന് ഏതൊരു റിലേഷൻ എഴുതാൻ പറഞ്ഞാലും ഇപ്പോൾ ഇവിടെ സോഷ്യോളജി എക്കണോമിക്സ് ആണ് അല്ലേ, അപ്പം നമ്മൾ ആദ്യം അങ്ങോട്ട് എഴുതി വയ്ക്കുക. എക്കണോമിക്സ് എന്തിനെ പറ്റിയാണ് പറയുന്നത്, എക്കണോമിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണെന്ന് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മെൻഷൻ ചെയ്യണം. രണ്ടാമത് സോഷ്യോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണെന്ന് നമ്മൾ പറയണം. മനസ്സിലാവുന്നുണ്ടോ? അതായത് എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലേ. നമ്മുടെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനത്തെ പറ്റിയും വിതരണത്തെ പറ്റിയുമുള്ള ഒരു പഠനമാണ് എന്ത്, എക്കണോമിക്സ് അഥവാ സാമ്പത്തിക ശാസ്ത്രം എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. അങ്ങനെയല്ലേ നമ്മൾ എക്കണോമിക്സിൽ പഠിക്കുന്നത്. അതുമാത്രമല്ല പല കോൺസെപ്റ്റ്, നമ്മുടെ പ്രൈസ് എന്താണ്, ഡിമാൻഡ് എന്താണ്, സപ്ലൈ എന്താണ്, കോസ്റ്റ് എന്താണ്, ഇങ്ങനെയുള്ള പല 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 കാര്യങ്ങളെ പറ്റിയിട്ട് മണി ഫ്ലോ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പല തരത്തിലുള്ള എക്കണോമിക് പരമായിട്ടുള്ള കോൺസെപ്റ്റുകളെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു വിഷയമാണ് എന്ത്, എക്കണോമിക്സ് അഥവാ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത്, നമ്മുടെ സമൂഹത്തിലെ മനുഷ്യന്മാരുടെ എക്കണോമിക് ആക്ടിവിറ്റിയെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. സാമ്പത്തിക പ്രവർത്തനങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ എക്കണോമിക്സിനകത്ത് എന്താ പറയുന്നത് പഠിക്കുന്നത് അല്ലേ. അതാണ് എക്കണോമിക്സ് എന്ന് വെച്ച് ഇങ്ങനെയുള്ള സംഭവം എന്ന് പറയുന്നത്. ഇനി എന്താണ് നമ്മൾ പഠിച്ച സോഷ്യോളജി, എന്താണ് അത്, സ്റ്റഡി ഓഫ് സൊസൈറ്റി അല്ലേ. നമ്മുടെ സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണ്, സമൂഹത്തിലെ വ്യക്തികളെക്കുറിച്ചുള്ള പഠനമാണ്, അവരുടെ എന്താ പറയുക അവരുടെ ജീവിതചര്യകളെക്കുറിച്ചുള്ള പഠനമാണ് അല്ലേ. അതാണ് സോഷ്യോളജി എന്ന് പറയുന്നത് അല്ലേ. ഇനി ഇവർ തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വ്യക്തികളിൽ അഥവാ മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന സാമ്പത്തികമായി ഉണ്ടാകുന്ന മുന്നേറ്റം, ഓക്കെ, ദറ്റ് ഈസ് എക്കണോമിക് പരമായിട്ട് ഉണ്ടാകുന്ന ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ എന്താണ് സോഷ്യൽ ലൈഫിനെ ബാധിക്കുന്ന കാര്യമാണ് അല്ലേ. ഇപ്പോൾ എനിക്ക് എക്കണോമിക്കലൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായാൽ എൻ്റെ സോഷ്യൽ ലൈഫ്, എൻ്റെ സാമൂഹിക ജീവിതം മൊത്തത്തിൽ അങ്ങ് എന്താ പറയുക ചേഞ്ച് വരത്തില്ലേ, ഓൾട്രേഷൻസ് ഉണ്ടാവത്തില്ലേ. അത് തന്നെയാണ് ബന്ധം എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ എക്കണോമിക്കലി നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാൽ അത് നമ്മുടെ സോഷ്യൽ ലൈഫിനെ എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, നമ്മുടെ സോഷ്യോളജിയും എക്കണോമിക്സും തമ്മിലൊരു ലിങ്ക് ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നമ്മൾ രണ്ടാമത് പഠിക്കുന്ന റിലേഷനാണ് സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും തമ്മിലുള്ള റിലേഷൻ. പൊളിറ്റിക്കൽ സയൻസും നിങ്ങൾ പഠിക്കുന്നുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ എന്താണ് വിഷയം എന്ന് വെച്ചാൽ, എന്താണ് നമ്മുടെ സ്റ്റേറ്റിനെ പറ്റിയും ഗവൺമെൻറ്റിനെ പറ്റിയും പഠിക്കുന്ന ഒരു പഠനശാഖയാണെന്ത്, പൊളിറ്റിക്കൽ സയൻസ് അഥവാ രാഷ്ട്രതന്ത്രം എന്ന് പറയുന്നത് അല്ലേ. എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഗവൺമെൻറ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് അല്ലേ, പാർലമെൻറ്റ് അതിൻ്റെ എന്താ പറയുക മെഷീനറീസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടാണ്, ലോസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറ്റിയിട്ടാണ് നമ്മൾ എന്തിൽ പഠിക്കുന്നത്, പൊളിറ്റിക്കൽ സയൻസ് നമ്മൾ പഠിക്കുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ എന്നാൽ സോഷ്യോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റഡി ഓഫ് സൊസൈറ്റിയാണ്. ആ ഒരു കാര്യങ്ങളൊക്കെ എവിടെയും നമ്മൾ എഴുതി വയ്ക്കുക. പിന്നെ പറയേണ്ട കാര്യം ഇവരുടെ റിലേഷനാണ്. അപ്പോൾ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിൽ പറയുന്ന ഓരോ കോൺസെപ്റ്റ്സും, ഇപ്പോൾ ഇലക്ഷൻ ആണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും, ഇതിലൊക്കെ പ്രധാന ഘടകം എന്ന് പറയുന്ന ആരാണ്, ഹ്യൂമൻ ബീങ്സ് അല്ലേ, ഇൻഡിവിജ്വൽസ് അല്ലേ, നമ്മുടെ വ്യക്തികളല്ലേ ഇതിലൊക്കെയുള്ള പ്രധാന ഘടകങ്ങളെന്ന് പറയുന്നത്. ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഓരോ കോൺസെപ്റ്റ് എടുത്താലും അപ്പോഴേ ഞാൻ ഈ ഒരു വ്യക്തികളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഈ മനുഷ്യന്മാരൊക്കെ ഉൾപ്പെടുന്നത് എവിടെയാണ്, ഒരു സമൂഹത്തിലല്ലേ, സൊസൈറ്റിയിലല്ലേ. എന്ന് പറയുമ്പോൾ അവിടെ സോഷ്യോളജിക്ക് സ്ഥാനം വരുന്നില്ലേ അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് പറയാം നമ്മുടെ സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസുമായിട്ട് എന്തുണ്ട്, റിലേഷൻ ഉണ്ട്. അതുകൊണ്ടാണ്
നമ്മൾ ഈ ഒരു ഡിസിപ്ലിനെ പ്രത്യേകിച്ച് തന്നെ ഒരു പേരിട്ട് വിളിക്കുന്നുണ്ട് ഈ ഒരു റിലേഷനെ, ആൻഡ് ദാറ്റ് ഈസ് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതായത് പൊളിറ്റിക്കൽ സയൻസും സോഷ്യോളജി തമ്മിൽ നല്ലൊരു റിലേഷൻ ഉണ്ട്, നല്ലൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ പറയുന്ന ഒരു പേരാണ് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടേമൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക കേട്ടോ. പൊളിറ്റിക്കൽ സോഷ്യോളജി എന്നാണ് നമ്മൾ പറയുന്നത്. എന്ന് പറയുമ്പോൾ അവിടെ പൊളിറ്റിക്സും ഉണ്ട് സോഷ്യോളജിയും ഉണ്ട്, മനസ്സിലാവുന്നുണ്ടോ? രണ്ടും തമ്മിൽ എന്താ പറയുക, ഒരു ഇൻ്റർമിക്സ് ആയിട്ട് പോകുന്ന വിഷയങ്ങൾ തന്നെയാണ് എന്നാണ് അവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്ന റിലേഷനാണ് സോഷ്യോളജിയും ഹിസ്റ്ററിയും തമ്മിലുള്ള റിലേഷൻ. ഹിസ്റ്ററി നിങ്ങൾ പഠിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ എന്താ, എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. എന്താണ്, നമ്മുടെ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് പഠിക്കുന്നതാണ് നമ്മുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത് അല്ലേ. ചരിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞു പോയ കാലഘട്ടത്തെക്കുറിച്ചിട്ട് ആണ് അതിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നുണ്ടാവുക. ഓക്കെ, എന്നാൽ നമ്മുടെ സോഷ്യോളജി എന്താണ്, നമ്മൾ ഇപ്പോഴുള്ള സമൂഹത്തെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോഷ്യോളജിക്കകത്ത് പഠിക്കുന്നത് അല്ലേ. അത് തന്നെ ഒരു കമ്പാരിസൺ നമുക്ക് അവിടെ എഴുതാൻ പറ്റുന്ന പോയിൻ്റാണ്. ഓക്കെ, പക്ഷേ ഇവ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററിയിൽ പഴയ കാര്യങ്ങളൊക്കെ പറ്റി പഠിക്കുന്നു. ഓക്കെ, സോഷ്യോളജി നമ്മൾ പഠിക്കുന്ന പുതിയ സമൂഹത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്കിപ്പോഴുള്ള ഒരു കാര്യത്തെപ്പറ്റി പഠിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, കഴിഞ്ഞു പോയ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ അറിവ് വേണ്ടേടെ. അങ്ങനെയെങ്കിലല്ലേ നമുക്ക് ഇപ്പോഴുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് എന്താ പറയുക, സൂപ്പർഫിഷ്യലായിട്ട് ഒരു സ്റ്റഡി നടത്താൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതായത് ഇപ്പോഴുള്ള കാര്യങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും കഴിഞ്ഞു പോയ കാര്യങ്ങളെന്ന് പറയുന്നല്ലേ. അതായത് നമ്മുടെ സോഷ്യോളജി മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ എന്തും വേണം, ഹിസ്റ്ററിയും നമുക്ക് ആവശ്യമാണ് എന്നിവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം നമ്മുടെ സോഷ്യോളജിയും ഹിസ്റ്ററിയും തമ്മിലും എന്തുണ്ട്, ഒരു റിലേഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്ത് പറയാനായിട്ട് പറ്റും. ഓക്കെ, സോഷ്യോളജിയും ഹിസ്റ്ററിയും തമ്മിലുള്ള റിലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടേം സോഷ്യൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സോഷ്യൽ ഹിസ്റ്ററി എന്നുള്ളൊരു ടേം നമ്മൾ ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഈ ടേംസൊക്കെ നമ്മൾ എഴുതണേ, അതിനൊക്കെ പ്രത്യേകിച്ച് മാർക്കുണ്ട്, പോയിന്റുകളല്ലേ, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് നാലാമതായിട്ട് പഠിക്കാനുള്ള റിലേഷനാണ് സോഷ്യോളജിയും സൈക്കോളജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. സൈക്കോളജി എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ, നമ്മുടെ ഒരു വ്യക്തിയുടെ മനസ്സിനെ പറ്റി അല്ലേ, നമ്മുടെ മനസ്സിനെ പറ്റി പഠിക്കുന്നതാണ് നമ്മുടെ സൈക്കോളജി എന്ന് പറയുമ്പോൾ അതൊരു സയൻസ് ഓഫ് ബിഹേവിയർ. ഒരു വ്യക്തിയുടെ പെരുമാറ്റ രീതി എന്താണ്, അല്ലെങ്കിൽ അവൻ്റെ മനസ്സെന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് എന്ത് പറയുന്നത്, സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൈക്കോളജി മനഃശാസ്ത്രമാണ്. ഈ മനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി എന്താണെന്നുള്ളത് ആ ഒരു വ്യക്തിയെ മാത്രം പറ്റി പഠിക്കുന്ന, ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ മാത്രം ചുറ്റിപ്പറ്റി പഠിക്കുന്ന ഒരു വിഷയമാണ് സൈക്കോളജി എന്ന് പറയുന്നത്. ആസ് എൻ ഇൻഡിവിജ്വലിനെ കൺസിഡർ ചെയ്താണ് പഠിക്കുക അവിടെ. മനസ്സിലാവുന്നുണ്ടോ? അതായത് അവരുടെ ഇപ്പോൾ ഒരു വ്യക്തിയുടെ എന്താണ് മോട്ടിവേഷൻ, എന്താണ് മെമ്മറി, നെർവസ് സിസ്റ്റം എന്താണ്, റിയാക്ഷൻ എങ്ങനെയാണ്, ഹോപ്സ് എന്താണ്, ഫിയേഴ്സ് എന്താണ്, അതായത് ഒരു വ്യക്തിയുടെ എല്ലാ ഫീലിങ്സിനെയും പറ്റിയിട്ടൊക്കെ പഠിക്കുന്നതാണ് നമ്മുടെ സൈക്കോളജി അഥവാ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സോഷ്യോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണ് അല്ലേ. അപ്പം നമ്മൾ സമൂഹത്തെക്കുറിച്ച് പൊതുവായിട്ട് പഠിക്കണമെങ്കിൽ സമൂഹത്തിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ മനസ്സ് നമുക്ക് അറിയണം അല്ലേ. വ്യക്തികളെക്കുറിച്ച് നമ്മൾ അറിയണമല്ലോ. ഓക്കെ, അതായത് ആസ് എ സോഷ്യോളജി പഠിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് ആ സൊസൈറ്റി പറ്റി പഠിക്കുമ്പോൾ ആ സൊസൈറ്റിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന മനുഷ്യന്മാരെക്കുറിച്ച് നമുക്ക് അറിവ് വേണം അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ പറയുമ്പോൾ, അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ സോഷ്യോളജിയും സൈക്കോളജിയും തമ്മിൽ എന്തുണ്ട്, റിലേഷൻ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതായത് സൈക്കോളജി, മനസ്സിനെ പറ്റി പഠിക്കുന്ന മനഃശാസ്ത്രമായ സൈക്കോളജി എന്താ പറയുക, അത് നമ്മുടെ സോഷ്യോളജിക്ക് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോഷ്യോളജിക്കൽ പരമായിട്ട് പഠനങ്ങളിലൊക്കെ ഒരുപാട് സംഭാവന സൈക്കോളജി മുഖേനയും നമുക്ക് കിട്ടുന്നുണ്ട്. ക്ലിയർ ആയോ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം സോഷ്യോളജിയും സൈക്കോളജിയും തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട്. അതിന് നമ്മൾ പറയുന്ന ആ ഒരു റിലേഷൻ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടേമാണ് സോഷ്യൽ സൈക്കോളജി. ഓക്കെ, സോഷ്യൽ സൈക്കോളജി എന്ന്. അപ്പോൾ സോഷ്യോളജിയുടെ ഇതും വരുന്നുണ്ട്, സൈക്കോളജിയുടെ കണ്ടൻസും വരുന്നുണ്ട്. ഓക്കെ, അതാണ് സോഷ്യൽ സൈക്കോളജി എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഏറ്റവും ലാസ്റ്റായിട്ടും അഞ്ചാമതായിട്ടും നമ്മൾ പഠിക്കുന്ന റിലേഷനാണ് നമ്മുടെ സോഷ്യോളജിയും സോഷ്യൽ ആന്ത്രോപോളജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഈ സോഷ്യൽ ആന്ത്രോപോളജി എന്ന് പറയുന്നത് എന്താണ്? ആന്ത്രോപോളജി കേട്ടിട്ടില്ലേ? ഈ ആന്ത്രോപോളജി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സോഷ്യൽ സയൻസ് സബ്ജക്റ്റാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് നമ്മളിനി പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ സോഷ്യൽ ആന്ത്രോപോളജി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ സൊസൈറ്റികളെ പറ്റിയിട്ടുള്ള പഠനമാണെന്ത്, ആന്ത്രോപോളജി. മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ടുള്ള ലളിതമായിട്ടുള്ള സമൂഹങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നമ്മുടെ സോഷ്യൽ ആന്ത്രോപോളജി എന്ന് പറയുന്നത്, സിമ്പിൾ സൊസൈറ്റീസ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഒന്ന് പറഞ്ഞേ, നമ്മുടെ സോഷ്യോളജി എന്ന് പറയുമ്പോൾ എന്തിനെക്കുറിച്ചുള്ള പഠനമായിരിക്കും? കോംപ്ലക്സ് സൊസൈറ്റീനെ കുറിച്ചുള്ള പഠനമാണ് അല്ലേ. അതായത് നമ്മൾ സൊസൈറ്റിയെക്കുറിച്ചുള്ള പഠനമാണ് എങ്കിലും നമ്മുടെ ആന്ത്രോപോളജിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ
നമ്മൾ ഇപ്പോഴുള്ള കണ്ടംപററി ആയിട്ട് സമകാലികമായിട്ട് നിലനിൽക്കുന്ന കോംപ്ലക്സ് സൊസൈറ്റി, കുറച്ച് സങ്കീർണമായിട്ടുള്ള സമൂഹങ്ങളെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ സോഷ്യോളജിയിൽ കുറച്ചുകൂടി സ്ട്രെസ് ചെയ്ത് പഠിക്കുന്നുണ്ടാവുക. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ആ പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് ഫസ്റ്റ് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ വന്ന് എഴുതി വെച്ചോളണം. ആന്ത്രോപോളജി എന്ന് പറയുമ്പോൾ സിമ്പിൾ സൊസൈറ്റി ആണ് എങ്കിൽ സോഷ്യോളജി എന്ന് പറയുമ്പോൾ എന്താണ്? കണ്ടംപററി അല്ലേ? കണ്ടംപററി എന്താണ്? കോംപ്ലക്സ് സൊസൈറ്റീസ്, കണ്ടംപററി കോംപ്ലക്സ് സൊസൈറ്റികളെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? നമ്മുടെ സോഷ്യോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 2 പോയിന്റ് നിങ്ങൾ എഴുതുക. ഇനി നമ്മൾ ആസ് യൂഷ്വൽ പറയുന്നത് പോലെ സോഷ്യോളജിയും ആന്ത്രോപോളജിയും തമ്മിലൊരു റിലേഷൻ ഉണ്ട്, മസ്റ്റായിട്ടൊരു റിലേഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ആന്ത്രോപോളജിയിലുണ്ടല്ലോ ഈ ഒരു സിമ്പിൾ സൊസൈറ്റികളെ കുറിച്ച് പഠിക്കുമ്പോഴും അവർ ഈ ഫീൽഡ് വർക്ക്, സർവേ പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ് അവർ ആ സമൂഹങ്ങളെക്കുറിച്ചിട്ട് പഠിച്ചെടുക്കുന്നുണ്ടാവുക. എന്ന് പറയുമ്പോൾ ഫീൽഡ് വർക്കും സർവേയെക്കുറിച്ച് നിങ്ങൾ സോഷ്യോളജി തന്നെ ഡീപ്പായിട്ട് ഇനി പഠിക്കും. എന്ന് പറയുമ്പോൾ സർവേ എന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ, ഒരു സ്ഥലത്ത് പോയിട്ട് ഡേറ്റ കളക്ട് ചെയ്യുന്നു, ആ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ പ്രദേശത്തെ ആൾക്കാരുടെ ഡേറ്റ കളക്ട് ചെയ്യുകയാണ് അല്ലേ? അത് തന്നെയാണ് ഫീൽഡ് വർക്കും. അപ്പോൾ ഇങ്ങനെയുള്ള എന്താ പറയുക മെത്തേഡിലൂടെയാണ് അവർ ഡേറ്റ കളക്ട് ചെയ്ത് ആ സിമ്പിൾ സൊസൈറ്റിയെ കുറിച്ചിട്ട് പഠിക്കുന്നുണ്ടാവുക സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റുകൾ. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മുടെ സോഷ്യോളജിസ്റ്റുമാർ സോഷ്യോളജി പഠിക്കാനും ചെയ്യുന്ന കാര്യം. അതേ സോഷ്യോളജിയിൽ നമ്മൾ പഠിക്കുന്ന സങ്കീർണ സമൂഹങ്ങൾ, കോംപ്ലക്സ് സൊസൈറ്റിയെ പറ്റി പഠിക്കാനും ഇവർ ഈ ഫീൽഡ് വർക്കും സർവേ മെത്തേഡുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് സൊസൈറ്റിയെ പറ്റിയിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫീൽഡ് വർക്കും സർവേ പോലുള്ള മെത്തേഡുകൾ യൂസ് ചെയ്താണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്താണ് നമ്മുടെ സോഷ്യോളജിയും ആന്ത്രോപോളജിയും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നൊരു ടേമാണ് നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ പറഞ്ഞ പോലെ എവിടെയും ഉണ്ട്, സോഷ്യൽ ആന്ത്രോപോളജി എന്നാണ് നമ്മൾ പറയുക. എന്താണ് സോഷ്യൽ ആന്ത്രോപോളജി എന്ന് പറയുമ്പോൾ സോഷ്യോളജിയും ആന്ത്രോപോളജിയും എന്താണ്? കോയിക്വലായിട്ട് റിലേഷൻ ഇട്ട് പോകുന്ന സംഭവങ്ങളാണ്, വിഷയങ്ങളാണെന്ന് സൂചിപ്പിക്കുന്ന ടേമാണ് എന്തെന്ന് പറയുന്നത് സോഷ്യൽ ആന്ത്രോപോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു 5 റിലേഷൻഷിപ്പും നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് ഒരു കൺഫ്യൂഷനായിട്ടൊക്കെ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ആരും പേടിക്കേണ്ട, ഇത് സിമ്പിളാണ്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ കുറേ പോയിൻറ്റ്സ് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ക്ലാസ് എടുത്ത് പോയിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ എന്താണോ, ഗൈഡാണോ, നോട്ടാണോ, എന്തായിക്കോട്ടെ, ഇപ്പോൾ ടീച്ചേഴ്സ് എന്ന നോട്ടായിരിക്കാം, എന്തായിക്കോട്ടെ, നിങ്ങളത് കംപ്ലീറ്റ്ലി വായിക്കാം. ഞാൻ ഈ പറഞ്ഞ പോയിൻറ്റ്സ് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു നോക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം, നിങ്ങൾക്ക് ഈ ഒരു റിലേഷനെ പറ്റിയിട്ട് ഒരു ടേബിളൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും. ഓക്കെ, കാരണം നമ്മളിങ്ങനെ വായിച്ച് പോയി റിലേഷൻ തപ്പിയെടുക്കേണ്ട കാര്യമില്ലല്ലോ. ടേബിളിൽ നിങ്ങൾ ഓൾറെഡി ഒരു തവണ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായ പോയിൻറ്റ്സ് ടേബിൾ ഫോർമാറ്റിൽ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ സോഷ്യോളജി പൊളിറ്റിക്കൽ സയൻസും ആണെങ്കിൽ സോഷ്യോളജിയുടെ ടേബിൾ എന്താ പറയുക, ആ ഒരു ബോക്സിനകത്ത് സോഷ്യോളജിയുടെ പോയിൻറ്റ്സും പൊളിറ്റിക്കൽ സയൻസിൻ്റെ ബോക്സിനകത്ത് പൊളിറ്റിക്കൽ സയൻസിൻ്റെ പോയിൻറ്റ്സും എഴുതി അങ്ങനെ കൂടി നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഉറപ്പായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. എസ് എ ടൈപ്പ് ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഫൈനൽ എക്സാമിന് ഷോർട്ട് എസ് എ ലെവലിൽ ഉറപ്പായിട്ടും വരും. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക, സോഷ്യോളജിയും ആന്ത്രോപോളജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എഴുതാൻ വേണ്ടിയിട്ട് പറയും. ഓക്കെ, അല്ലെങ്കിൽ സോഷ്യോളജിയും നമ്മുടെ എന്താ പറയുക സൈക്കോളജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചെയ്താൽ ഇങ്ങനെ 1 2 ഒക്കെ റാൻഡമായിട്ടും അങ്ങനെ ചോദിക്കാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങളിത് കംപ്ലീറ്റ്ലി പഠിച്ചാലാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കംപ്ലീറ്റ്ലി വായിച്ചു നോക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മുടെ സോഷ്യോളജിയും എക്കണോമിക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിച്ചപ്പോൾ മാത്രം നമ്മളവിടെ പ്രത്യേകിച്ചൊരു ടേംസ് ഒന്നും നമ്മൾ പഠിച്ചില്ല അല്ലേ? ബാക്കി നമ്മൾ പഠിച്ച 4 റിലേഷൻഷിപ്പും സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസ് ആയാലും ഹിസ്റ്ററി ആയാലും സൈക്കോളജി ആയാലും ആന്ത്രോപോളജി ആയാലും അവിടെ എല്ലാം നമ്മൾ ഓരോ ടേമുകൾ പഠിച്ചു അല്ലേ? എന്താണ് പൊളിറ്റിക്കൽ സോഷ്യോളജി, സോഷ്യൽ സൈക്കോളജി, സോഷ്യൽ ആന്ത്രോപോളജി, സോഷ്യൽ ഹിസ്റ്ററി എന്നുള്ള ടേമുകൾ നമ്മൾ പഠിച്ചു. ആ ടേംസുകൾ നിങ്ങൾ അത് മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ, നിങ്ങൾ എഴുതി പോകുന്ന കണ്ടൻറ്റിനകത്ത്. ഓക്കെ, അത് നിങ്ങൾ ഓർക്കുക. സോഷ്യോളജി എക്കണോമിക്സിനകത്ത് മാത്രം നമ്മൾ അങ്ങനെ ഒരു പേരും പ്രത്യേകിച്ച് പഠിച്ചില്ല, ബാക്കി 4 എണ്ണത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാനുള്ള കാര്യങ്ങളാണ്, അതാണ് ഒന്നുകൂടി അത് പറഞ്ഞു വെച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക.